ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലെയും സാമ്പത്തിക രംഗത്തെയും ഏറ്റവും വലിയ ആശങ്കയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം മുൻപെങ്ങുമില്ലാത്ത വിധം മന്ദഗതിയിലായിരിക്കുന്നു. വാണിജ്യ ടാങ്കറുകളും ചരക്ക് കപ്പലുകളും നാവിക പട്രോളിംഗും അതീവ ജാഗ്രതയോടെയാണ് ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെ സഞ്ചരിക്കുന്നത്. ഓരോ ചുവടും അളന്നു തൂക്കി വെക്കേണ്ടി വരുന്ന ഒരു യുദ്ധക്കളമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. ഇതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഷിപ്പിംഗ് ട്രാക്കറുകളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം പതിവ് റൂട്ടുകളിൽ നിന്നും മാറി സഞ്ചരിക്കാൻ പല കപ്പലുകളും നിർബന്ധിതരാകുന്നുണ്ട്. ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള പിരിമുറുക്കം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നതിനാൽ ഒരു ചെറിയ പ്രകോപനം പോലും വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായേക്കാം. ഈ ഭീതി എല്ലാവരിലും ഉണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ട പല ചരക്ക് കപ്പലുകളും യാത്രകൾ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിൽ നങ്കൂരമിടുകയോ ചെയ്തിരിക്കുകയാണ്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം കടന്നു പോകുന്ന ഈ ചോക്ക് പോയിന്റ് ഇപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കുന്ന ഒരിടമായി മാറിയിരിക്കുന്നു. ഈ മേഖലയിലെ അനിശ്ചിതത്വം ഇൻഷുറൻസ് മേഖലയെയാണ് ആദ്യം ബാധിച്ചത്. കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയർന്നു. കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ വലിയ തുക നൽകിയാൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനികൾ പരിരക്ഷ നൽകാൻ തയ്യാറാകുന്നുള്ളൂ. ഇത് സ്വാഭാവികമായും ചരക്ക് നീക്കത്തിന്റെ ചിലവ് വർദ്ധിപ്പിക്കുകയും ആഗോള വിപണിയിൽ സാധനങ്ങളുടെ വില ഉയരാൻ കാരണമാവുകയും ചെയ്തു. നാവികസേനകളുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. പല വികസിത രാജ്യങ്ങളും തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ യുദ്ധക്കപ്പലുകളെ അകമ്പടിയായി അയക്കുന്നുണ്ട്. കടലിടുക്കിന്റെ ഇരുവശങ്ങളിലും സൈനിക പട്രോളിംഗും ശക്തമാണ്. ഒരു വശത്ത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളും മറുവശത്ത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നാവിക വ്യൂഹങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് സമാനമാണ്. ഏത് നിമിഷവും ഒരു മിസൈലോ ഡ്രോണോ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന ഭീതിയിലാണ് ഇവിടുത്തെ നാവികർ. ഊർജ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്ക് ഒരു ലൈവ് ബാരോമീറ്റർ ആണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അനക്കം പോലും ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന പ്രധാന സിരയാണിത്. ഈ സിര തടസ്സപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ വലിയൊരു ഊർജ പ്രതിസന്ധിക്ക് വഴിമാറും. ലോകശക്തികൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രധാന കാരണവും ഇതാണ്. ഭൗമരാഷ്ട്രീയപരമായ അപകട സാധ്യതകളുടെ ഒരു നേർചിത്രമാണ് ഹോർമൂസ് ഇപ്പോൾ നൽകുന്നത്. ഇറാൻ ഇതിനെ ഒരു തന്ത്രപരമായ ആയുധമായാണ് കാണുന്നത്. തങ്ങൾക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ കടലിടുക്കിന്മേലുള്ള തങ്ങളുടെ സ്വാധീനം അവർ ഉപയോഗിക്കുന്നു. ആയിരക്കണക്കിന് കപ്പലുകളും നാവികരും അവിടെ കുടുങ്ങിക്കിടക്കുന്നത് വെറും ഒരു സാങ്കേതിക പ്രശ്നമല്ല, മറിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമായാണ് പലരും വിലയിരുത്തുന്നത്. കപ്പൽ ജീവനക്കാരുടെ മാനസികാവസ്ഥയും ഇവിടെ വലിയൊരു ചർച്ചാ വിഷയമാണ്. യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നാവികർ വലിയ സമ്മർദ്ദത്തിലാണ്. വിമാനങ്ങളിൽ നിന്നുള്ള നിരീക്ഷണവും കടലിനടിയിലെ മുങ്ങിക്കപ്പലുകളുടെ സാന്നിധ്യവും അവരെ നിരന്തരം ഭയപ്പെടുത്തുന്നു. സമാധാനപരമായ ചരക്ക് നീക്കം നടന്നിരുന്ന ഒരിടം ഇന്ന് സൈനിക ശക്തികളുടെ പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളും സമുദ്ര നിയമങ്ങളും ഇവിടെ എത്രത്തോളം ഫലപ്രദമാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഹോർമൂസിലെ ഈ സ്തംഭനാവസ്ഥ തുടരുകയാണെങ്കിൽ അത് ആഗോള വിതരണ ശൃംഖലയെ തകർക്കും. നിർമ്മാണ മേഖല മുതൽ കൃഷി വരെ എല്ലാ രംഗത്തും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടും. ഇസ്ലാമാബാദിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ വിജയിച്ചാൽ മാത്രമേ ഈ കടലിടുക്കിലെ പിരിമുറുക്കത്തിന് അയവ് വരികയുള്ളൂ. അതുവരെ ലോകം ശ്വാസമടക്കി പിടിച്ച ഹോർമൂസിലെ ഓരോ തിരമാലകളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് കേവലം ഒരു ഭൂമിശാസ്ത്രപരമായ പാതയല്ല, മറിച്ച് ആഗോള സമാധാനത്തിന്റെയും സാമ്പത്തിക സുസ്ഥിരതയുടെയും നിർണായക കേന്ദ്രമാണ്. ഇവിടെ പരാജയപ്പെടുന്നത് നയതന്ത്രമല്ല, മറിച്ച് ലോകത്തിന്റെ പരസ്പര ബന്ധിതമായ വ്യവസ്ഥിതി തന്നെയാണ്. സമാധാനപരമായ ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ സമുദ്ര ഗതാഗത തടസ്സമായി ഇത് മാറിയേക്കാം.